ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം നേരുന്നു. അപ്പം ഞാനിന്ന് ദാല് കറി വെക്കണം. നമ്മൾ സദ്യക്കൊക്കെ കഴിക്കുന്ന ദാല് കറി കുറുക്കി ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഞാൻ ദാല് കുറുക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാനിത് 2-3 ചെറിയ ഉള്ളി, 2 പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് നല്ലോണം ദാല് ഉടയ്ക്കണം നന്നായിട്ട് കേട്ടോ. ദാല് നന്നായിട്ട് ഉടയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട വറുത്തിടാനുള്ള വറവ് ഞാൻ ശരിയാക്കിയത് തന്നെ. ഇതിനകത്ത് 2 ചെറിയ ഉള്ളി 2 ഇട്ടിട്ടുണ്ട്, കരിവേപ്പില, പിന്നെ മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ, പത്തല മുളക്. ഇത് നെയ്യിലാട്ടോ ആക്കണ്ട കേട്ടോ, എങ്കിലേ നമുക്ക് ദാലിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. കുറച്ച് ഉപ്പും ഇട്ട് നമുക്കിത് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റും. നമ്മൾ ദാലിനുള്ള ഉപ്പ് ദാലിലിട്ടുണ്ട്. ഇനി ഇതിനുള്ള ഉപ്പിട്ട് കുറച്ചിട്ടാൽ മതിയേ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക കേട്ടോ. അതൊക്കെ പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ടാണ്. ഇനി വേറെ ഒന്നും ആവശ്യമില്ല. കരിവേപ്പില ഇനി നന്നായിട്ട് മൂത്തു. നെയ്യിലാട്ടോ ആക്കണ്ട കേട്ടോ, എങ്കിലേ ദാലിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്, സൗണ്ട് വരുന്നില്ലേ? അപ്പോൾ എല്ലാവരും നമ്മുടെ തിരുവോണത്തിന് ദാല് കറി വെക്കണം. ദാല് കറി ഉടച്ചുണ്ടാക്കണം. അധികം കുറുകിയിരിക്കണം കേട്ടോ, ഒരുപാട് ചാറാക്കി കളയരുത്. എന്നിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് അടച്ച് വെക്കണേ, ഉടനെ തുറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് ദാലിലേക്ക് ഒഴിക്കാവേ. ഇത് നന്നായിട്ടൊന്ന് മൊത്തത്തിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ദാല് കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. MK കുക്കിംഗ് റെസിപ്പീസ്. അതുപോലെ ഷെയറും ബെൽ ബട്ടണും ഞെക്കണം, ലൈക്കും ചെയ്യണേ. അപ്പോൾ താങ്ക് യു.